ഹായ് ഫ്രണ്ട്സ്, ഡ്രീം വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കള്ളിക്കാട് ഡാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊന്ന് അടുത്ത് നമ്മുടെ വെള്ളച്ചാട്ടവും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് പാർക്കിനകത്ത് കയറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവിടെ നമുക്കൊരു വൈകുന്നേരം സമയത്തൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു എല്ലാം ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം എപ്പോഴായാലും വന്നിരിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല സ്ഥലമാണ്. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഉണ്ടോ കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഉണ്ടോ ചെറിയൊരു വെള്ളച്ചാട്ടം. അടുത്ത് പോയി ഡാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല മനോഹരമായ കാഴ്ചയാണ്. ഉണ്ടോ ഒരു രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടവും കാര്യങ്ങളും എല്ലാം രക്ഷയില്ല. നല്ല ഭംഗിയാണ് കാണാൻ പറ്റുന്നുണ്ടോ. കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ചാടി മേളിലോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട്. കുഞ്ഞു മീനുകൾ വീഡിയോ കാണാൻ പറ്റുമെന്നറിയില്ല. ഉണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. മീന് കുഞ്ഞും ചാടുന്നുണ്ട്, കാണിച്ചു തരാം. വാ, സൂക്ഷിച്ച് നോക്കിയാലേ കാണാവോ കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാലേ കാണാവോ. നമുക്കത് കാണാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത്. കാര്യം മീൻ ഇങ്ങനെ മേളോട്ട് എത്തിച്ചാടുന്നുണ്ട് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട്. അതിനറിയില്ലല്ലോ ഇത്ര ഹൈറ്റ് കിടക്കുന്നിടത്ത് കയറാൻ പറ്റുമെന്നുള്ള കാര്യം. അപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. അതിൽ ഇത് ചാടുന്നുണ്ട് മേലോട്ട് കയറാൻ വേണ്ടി. ഇതാണ്ടോ ഇതാണ്ടോ കുഞ്ഞു മീനുണ്ടോ നെറ്റത്ത് ചാടുന്നുണ്ട്. ഇന്നാണ്ടോ കുഞ്ഞു മീനുകളുണ്ടോ ചാടുന്നുണ്ടോ. നമ്മുടെ നേതാമ്പിൽ തന്നെ ഒരു അക്വേറിയം. നമുക്ക് അക്വേറിയം കൂടെ കണ്ടു നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേക്കും മീനും ഒരുപാട് മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കിഡിലും മഴയുണ്ടാവും. ഒരു ഇഷ്ടമില്ലൊക്കെ മഴ. നമ്മൾ ആദ്യം കയറി കാണുമ്പോൾ തന്നെ നമ്മുടെ സാധാരണ അക്വേറിയങ്ങളിലൊക്കെ കണ്ടുവരുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട്. പിന്നെ പലതരം മീനുകളുണ്ട്. ഒരുപാട് ഐറ്റം മീനുകളുണ്ട്. പല സൈസിലും പലതരത്തിലുള്ള മീനുകൾ. നമുക്ക് ഈ വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്നാലും ഓടിച്ചൊന്ന് കാണിക്കാം. അതിൽ കാണുന്ന നിങ്ങൾക്കൊരു ബോറാകും. അതുകൊണ്ടാണ് നമുക്ക് അത്രയും ലോങ് വീഡിയോ ആക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്. ശരിക്കും നല്ല നല്ല മീനുകളുണ്ട്. അത് നമ്മുടെ ഒരു സിലോപ്പി കിടപ്പുണ്ട്. വെള്ള സിലോപ്പിയാണ്. സെപ്പറേറ്റ് അവനെ ഇട്ടിട്ടുണ്ട്. കുഞ്ഞ് നമ്മുടെ ആറിലൊക്കെ കണ്ടുവരുന്ന കുഞ്ഞു പരൽ മീൻ. ഇവിടെയൊക്കെ സാധാരണ കണ്ടുവരുന്ന സാധനമാണത്. നല്ല ഗ്ലാസ് ടാങ്കിൽ കിടപ്പോഴേക്കും കാണുമ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കരിമീൻ കിടപ്പുണ്ട്. നമ്മുടെ കായൽ കണ്ടുവരുന്ന കരിമീൻ. പിന്നെ തൊട്ടടുത്ത് തന്നെ വളർത്ത് സിലോപ്പി കിടക്കുന്നുണ്ട്. വ്യക്തമാവുന്നില്ല, കാര്യം വെള്ളത്തിലൊരു തെളിച്ച കുറവുണ്ട്. നമ്മുടെ ഒരു ചീങ്കണ്ണി മത്സ്യം എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇതാ കിടക്കുന്നത്. നമ്മുടെ അക്വേറിയത്തിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് വന്നിട്ടുണ്ട്. പിന്നെ
ഇവിടെ നമുക്ക് ആനിമൽസിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് എന്തൊക്കെ ഉണ്ടെന്നുള്ള ആരും അറിയാൻ വയ്യ. അതായത് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു ചിങ്ങൻ പാർക്കൊക്കെ ഉണ്ടെന്ന് കണ്ടു നോക്കാം. ടിക്കറ്റ് എടുക്കാം ആദ്യം. അതാണ് നമ്മുടെ ടിക്കറ്റ്. ഇതിൽ തന്നെ നമുക്ക് ചിങ്ങൻ പാർക്ക് കാണാൻ പറ്റും. അതും കയറി കണ്ടു നോക്കാം. ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ ഒരു പെരുമ്പാമ്പ് എടുപ്പുണ്ട്. ഒരു സൈസ് പെരുമ്പാമ്പാണ്. കണ്ടോ, ഒരു രക്ഷയില്ല. ഇത്ര അടുത്ത് നമുക്ക് മ്യൂസിയത്തിൽ പോലും ഇത്രയും അടുത്ത് കാണാൻ പറ്റില്ല. സൈസാണ്. അല്ല, ടാങ്കിനകത്ത് സിലോപ്പി കിടപ്പുണ്ട്. സിലോപ്പി ഗോൾഡ് ഫിഷ് കിടപ്പുണ്ട്. വെള്ളം കലങ്ങലായതുകൊണ്ട് കാണാൻ വയ്യ. രണ്ട് വില്ലന്മാർ കിടപ്പുണ്ടോ? ഫുഡൊക്കെ അടിച്ചിട്ട് കിടക്കുന്നതാണ്. അവൻ വെള്ളത്തിൽ കിടപ്പുണ്ടോ? വെള്ളത്തിൽ നീന്തി തുടിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, കണ്ടോ നമ്മൾ ഇതുവരെ ഇങ്ങനെ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല. കണ്ടോ, ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കിടന്ന് റെസ്റ്റ് എടുക്കണം. കണ്ടോ, ഇത്ര അടുത്താണ്. നമുക്ക് കൈ കിട്ടുകയാണെങ്കിൽ തൊടാൻ പറ്റും. അത്രയ്ക്ക് അടുത്താണ് അവൻ്റെ കിടപ്പ്. ഡേഞ്ചറാണ്. കണ്ടോ, നല്ല വലുപ്പമുണ്ട്. നമുക്ക് ആ വീഡിയോയിൽ ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതിലൊരു സാധനം കിടപ്പുണ്ടോ, മുറ്റ സാധനം. കണ്ടോ നമ്മളെ പാറ കണക്ക് എടുപ്പുണ്ട് സാധനം. കണ്ടോ, ഒരു രക്ഷയില്ല. ഒരുപാട് ഇങ്ങനെ കൂടുതലാക്കി ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഒരുപാടെന്ന് പറയുമ്പോഴേക്കും 10-30 കാണുമായിരിക്കും ഇതിനകത്ത് തന്നെ. ഇവിടെയും കിടപ്പുണ്ട് ഒരുത്തൻ. ഇത്രയും വലിപ്പമില്ലെങ്കിലും നമ്മൾ ഇതിൽ വേണോ, വെള്ളത്തിൽ കിടക്കുന്നതാണ്. കണ്ടോ, നല്ല മുള്ളുണ്ട്. പോവുകയാണ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ ആനിമൽസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. ഇത് എന്തൊക്കെ കാണാൻ പറ്റും നോക്കാം. ഇതൊക്കെ ഇപ്പം ആൾക്കാർക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എല്ലാവരും ദിവസം ഇവിടെ നേരത്തെ ബോട്ടിനകത്തോട്ട് കയറാം. ഈ ബോട്ടിൽ നല്ല സുരക്ഷിതത്വവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ചിട്ട് ആൾക്കാരെല്ലാം തിരുത്തത്തുള്ളൂ. നമ്മുടെ ബോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തതിന് ശേഷം ഒരാളിനെ കണ്ടോ. ഒന്നോ രണ്ടോ ഉണ്ട്. പിടിയാന. ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് എൻ്റെ വൈഫ്. ആനയെന്ന് കേട്ടാൽ ചാവും കേട്ടോ. പ്രേമിയാണ്. കാണാൻ പറ്റി. എന്താ ഒരാളെ കൂടെ നമുക്ക് കാണിച്ചു. ആയപ്പോണ്ട് ഒരു കുഞ്ഞാനായപ്പോണ്ട് നല്ല രസമുണ്ട് കാണാൻ. ഓടി വേണ്ട കുഞ്ഞാനായപ്പോണ്ട് 6 വയസ്സ് പ്രായമേ ഉള്ളൂ. 6 വയസ്സ് പ്രായമുള്ളൂ കേട്ടോ. കുഞ്ഞാനാണ്. കണ്ടോ, അടുത്ത് കാണാം. നമുക്ക് അടുത്ത് അതായത് ഒരു 5 മീറ്റർ വിട്ടിട്ട് നമുക്ക് കാണാൻ പറ്റും അടുത്ത് നിന്നിട്ട്. നല്ല കുഞ്ഞാണ്. നല്ല ഭംഗിയുള്ളതാണ്. കണ്ടോ, 2 മുതലേ ഉണ്ട്. കണ്ടോ, അവിടെ കൊണ്ട് അതായത് കാണാം. ഇവിടെ പോകണുണ്ടോ. ഒരു മാൻ പാർക്കുണ്ട്. മാൻ പാർക്ക് കാണിക്കുക. അപ്പോൾ നമ്മൾ മയിലൊക്കെ വിളിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്നും നോക്കാം. വാ,
കെട്ടിയിരുന്ന സ്ഥലമാണ് കണ്ടോ അവിടെയൊക്കെ. അങ്ങനെ അത്രയും ചാവട്ടി മെഴുകി വലിയ ജംഗലായിട്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാഴ്ച നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടി. നമ്മൾ കാട്ടിനകത്തൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. അല്ലേ ഫ്രണ്ട് പോയി അവർക്ക് മാനം എന്ന് പറഞ്ഞ ജീവനാണ്. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് ഓടിപ്പോയിരിക്കുന്നു. അല്ല ഇതിനകത്തൂടെ നമ്മൾ പോകണ്ടത്. ഭയങ്കര ഒരു തടി വീണ് നടപ്പുണ്ട്. ചെത്ത് ഇടലാം നടി കണ്ടോ, വലിയ ആഞ്ഞിലാണ്. ആഞ്ഞിൽ വീണ് നടപ്പുണ്ട്, വലിയ തടി. അപ്പോൾ നമ്മുടെ മാൻ പാർക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ മാനുണ്ട്, ഒരുപാട് മാനുണ്ട്. ഇല്ല അങ്ങോട്ട് നമുക്ക് പോയി നോക്കാം. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അങ്ങോട്ട് പോയി കാണിച്ചു കൊടുക്കാം. ബാ 21 ഏക്കറാണ്. 21 ഏക്കറിൽ 131 മാൻ. എത്ര മാന്? 231 മാനുണ്ട്. എടാ 21 ഏക്കറില്ല, ഒരുപാടുണ്ട്. ഒന്ന് കാണാം കേട്ടോ, ഒരു നഷ്ടമല്ല യാത്ര. അപ്പോൾ ഇവിടെ ലാൻഡ് മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല. എല്ലാം ചത്തൊക്കെ പോയെന്നാണ് പറയണത്. നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല. അതൊരു വിഷമമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും പുതിയതിന് കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നല്ല ആനക്കാരും ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളും ആനയെ കാണാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മുടെ നല്ല നല്ല കാഴ്ചകളായിരുന്നു അവിടെ. അപ്പോൾ നമ്മളവിടെ നിന്ന് തിരിക്കുകയാണ്. ബോട്ടിൽ കയറി ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. അവിടെ ഒരു കുട്ടവെള്ളം കിടപ്പുണ്ട്. അതിനകത്ത് 4 പേർക്ക് കയറാം. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. നമ്മൾ പ്രതീക്ഷിച്ച് പോയ സാധനം കാണാൻ പറ്റി, ആനയെ കാണാൻ പറ്റി. നല്ലൊരു യാത്രയാണ് കേട്ടോ. അത് നഷ്ടമൊന്നുമല്ല. നമ്മുടെ ഒരു 3 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 750 രൂപ ആവും ബോട്ടിങ്. നല്ലതായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. യാത്രയൊക്കെ നല്ല സേഫ്റ്റി ആയിട്ടുള്ള യാത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.